അഞ്ചരക്കണ്ടിയിൽ മരിച്ച നിതിൻ രാജിന്റെ കുടുംബത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അധ്യാപകരിൽ നിന്ന് കടുത്ത ജാതീയ അധിക്ഷേപം നേരിട്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ആ സംഭവത്തിൽ 11 പ്രത്യേക സംഘത്തിന് അന്വേഷണം അടക്കം നടക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ നിതിൻ രാജിന്റെ വാടക വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കേൾക്കുന്ന പോലെ തന്നെ കേരള ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ അധ്യാപകർ ക്ലാസ് മുറിയിൽ വേട്ടമൃഗമാക്കുന്ന മട്ടിൽ അധിക്ഷേപിച്ചും പരസ്യമായി ചീത്ത പറഞ്ഞും മറ്റു വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നിന്ന് ഇൻസൾട്ട് ചെയ്തും പുഴുത്ത പട്ടിയെന്നടക്കമുള്ള അങ്ങേയറ്റം ജീർണിച്ച വാക്കുകൾ നിതിൻ രാജിനെതിരെ പറഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ നിതിൻ രാജിന്റെ ശബ്ദരേഖകൾ നടക്കും നമുക്ക് മനസ്സിലായതാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയും കേസ് അന്വേഷണം നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 അധ്യാപകർ നിതിൻ രാജിനെ അപമാനിച്ചു എന്ന് പറയുന്ന 2 അധ്യാപകർക്കെതിരെ സസ്പെൻഷൻ നടപടി തുടരുകയാണ്. അവർക്ക് കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന അടക്കം ആവശ്യമുയർന്നതിന് പിന്നാലെ ഇപ്പോൾ കേസുമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ പറഞ്ഞ നിതിൻ രാജിന്റെ വാടക വീട്ടിൽ സുരേഷ് ഗോപി സന്ദർശനത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ അങ്ങേയറ്റം ദയനീയമായ പരിസ്ഥിതിയുള്ള കുടുംബമാണ്. കൂലിപ്പണിക്കാരായ പിതാവും മാതാവും കഷ്ടപ്പെട്ടാണ് നിതിൻ രാജിനെ ചെറുപ്പം മുതൽ വളർത്തിയത്. അവന്റെ ആഗ്രഹം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പൂർത്തീകരിക്കുമെന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്ത് മികച്ച മാർക്കും റാങ്കുമായാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് ഒരു വിദ്യാർത്ഥി എന്ന കണക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നെയ്തുപോയ നിതിൻ രാജിന് പക്ഷേ അവിടെ ആ അധ്യാപകരുടെ അധിക്ഷേപത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. പലവട്ടം ഇത്തരത്തിൽ അപമാനം നേരിട്ടപ്പോഴും ഭാവിയെ ഓർത്ത് സഹിച്ചെന്ന് അവൻ ഒടുക്കം ഗത്യന്തരമില്ലാതെ ഭരണത്തിലേക്ക് നീങ്ങിയായിരുന്നു. സമഗ്രമായ അന്വേഷണമടക്കം ആവശ്യപ്പെടുന്ന ഘട്ടം കൂടിയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നിൽ പോകുന്നത്. നിലവിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കേസെടുത്ത് അന്വേഷണം കൂടി തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ വീട്ടിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സന്ദർശനം തുടരുകയാണ്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുക. നിതിൻ രാജിന്റെ മരണത്തിൽ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു ഇതിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. അതിന് പിന്നാലെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ നമ്മൾ കണ്ടു. തന്റെ മകൻ ആത്മഹത്യ ചെയ്തതല്ല, കൊന്നതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കുടുംബം പറയുകയുണ്ടായി. കാരണം അത്രമേൽ വേദനയിലായിരുന്നു ആ കുടുംബം. കാരണം അത്രയധികം കാര്യങ്ങൾ ആ കോളേജിൽ നിന്ന്, അവിടുത്തെ മാനേജ്മെന്റിൽ നിന്ന്, അവിടുത്തെ അധ്യാപകരിൽ നിന്ന് നിതിൻ രാജ് എന്ന ആ വിദ്യാർത്ഥി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നിപ്പോൾ പുറത്തു വന്ന നിതിൻ്റെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ. ഇന്ന് എൻകൗണ്ടറിൽ 24 എൻകൗണ്ടറിൽ വന്നപ്പോൾ നിതിൻ്റെ സഹോദരി നിഖിതയും അത് തന്നെയാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ സഹോദരിയുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സഹിക്കാവുന്നതിൽ അപ്പുറം സഹിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ശബ്ദരേഖ അല്പസമയം മുമ്പ് നമ്മൾ കേട്ടിട്ടുമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വീട്ടുകാരെ ഉൾപ്പെടെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കൈയും കാലും വെട്ടുമെന്നുള്ള ഭീഷണി സ്വരങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇത്തരത്തിലാണോ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപകർ പെരുമാറേണ്ടത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പൊതുസമൂഹത്തിന് മുന്നിലുമുള്ളത്. ഇന്ന് വൈകിട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ നെടുമങ്ങാട്ടെ നിതിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി MP നിതിൻ്റെ വീട്ടിലെത്തി കുടുംബവുമായി സംസാരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, കരഞ്ഞു തളർന്നു കിടക്കുന്ന ഒരു അച്ഛനുണ്ട്, തൊട്ടടുത്ത് അമ്മ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിക്കുന്നു. അജ്മൽ ദിറാർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജ്മൽ, എപ്പോഴാണ് കേന്ദ്രമന്ത്രി എത്തിയത്? അമൃത, ഈ ഉഴമലക്കലിൽ നെടുമങ്ങാട് സ്വദേശി നിതിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച് ആശ്വാസവാക്കുകൾ ചൊരിഞ്ഞുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയത്. അവരോടും കുടുംബം രാവിലെ ഉന്നയിച്ച അതേ പരാതികൾ തന്നെ അവരോടും ഈ പറയുന്ന നേതാക്കളോടും ഉന്നയിച്ചിരുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ
ചർച്ചയിലുമൊക്കെ പറഞ്ഞതുപോലെ അവരുടെ കോളേജിനെതിരായ പരാതികൾ സുരേഷ് ഗോപിയോടും പറയുന്നുണ്ട്. കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ ഇടപെടലുകൾ നടത്താനാകുമെന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് ഈ നിതിൻ എന്ന BDS വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത്. കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക സമ്മർദ്ദവും ജാതി അധിക്ഷേപവുമാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. സംഭവത്തിൽ ഇന്ന് തന്നെ രാവിലെ തന്നെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ചത്. അതിൽ തന്നെ അദ്ദേഹത്തെ വളരെ വലിയ തോതിൽ അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ നിരന്തരമായി ചീത്ത വിളിക്കുകയും അദ്ദേഹത്തെ അപമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ മാതാവിനെ കുറ്റം പറയുകയും അതോടൊപ്പം തന്നെ നമുക്ക് പൊതുസമൂഹത്തോട് പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ അറപ്പുളവാക്കുന്ന വാചകങ്ങൾ അദ്ദേഹത്തിനെതിരെ ആരോപിക്കുകയും വിളിക്കുകയും ചെയ്തിരുന്നു. കുടുംബം പറയുന്നത് ഒരിക്കലും ഈ നിതിൻ എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യില്ല എന്നാണ്. കാരണം ഈ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ഏതൊരു തരത്തിലുള്ള പരിക്കുകളും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് ഇല്ലായിരുന്നു എന്നാണ് ആരോപിക്കുന്നത്. ഇതൊരു കൊലപാതകമാണ്, അത് കൃത്യമായി അന്വേഷിക്കണം, കോളേജിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം പറയുന്നുണ്ട്. ആ വിഷയത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അടക്കം കുടുംബം തങ്ങളുടെ ആവശ്യം, കോളേജിനെതിരായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. സുരേഷ് ഗോപി അല്പസമയം മുമ്പാണ് ഇതിൻ്റെ ഉഴമലക്കലിലെ വാടക വീട്ടിലേക്ക് എത്തിയത്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബം കൂടിയാണ്. സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത, സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്ത നിതിൻ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായാണ് അദ്ദേഹം ഈ ഒരു ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിച്ച് അഞ്ചരക്കണ്ടിയിലെ BDS കോഴ്സ് പഠിപ്പിക്കുന്ന കോളേജിലേക്ക് പോയതും അവിടെ പഠനം തുടങ്ങിയതും. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകും വിധം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ജാതി ആക്ഷേപങ്ങളുമൊക്കെ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും വേദനാജനകമായ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തെ പഠിപ്പിക്കാൻ കൂലിവേല ചെയ്ത പിതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങിനിടെ കുഴഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അമ്മ ഇപ്പോഴാണ് ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയത്. അമ്മ തളർന്ന് ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയ അമ്മയെയും കുടുംബത്തെയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കാണുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയാൻ അവസരമൊരുക്കുമെന്നും ഇവിടെ എത്തിയ മന്ത്രി ശിവൻകുട്ടി അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.